ഓളും അമ്മയും കൂടെ നമ്മളെ മത്സര ടീച്ചർ ഇന്ദുവതിന്റെ കൂടെ ലക്ഷദ്വീപിൽ ടൂർ പോയി സഞ്ചരിക്കാൻ പറ്റുന്നില്ല. പെണ്ണിന് എങ്ങനെയാകുമ്പോൾ അത് അധികം വിഷയാക്കണ്ട. പെണ്ണിനെ കാണാൻ വെച്ചാല് എന്റെ അമ്മേനെ നോക്കി എന്റെ അമ്മേനെ പോലെ തന്നെ എന്റെ മോള്. എല്ലാരും പറഞ്ഞു സുധാര എന്റെ അമ്മയും മോള് ഒരേപോലെയാണ്. അമ്മ നോളിക്കുക അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമില്ല. ശരിയല്ലേ? ഇല്ല, ഓക്കെ, ഡബിൾ ഓക്കെ. നല്ല മിക്സറാണല്ലോ. നിങ്ങൾ കാര്യം പറയുന്നേ കാര്യം പറയും. അതെ, പെണ്ണ് നിങ്ങൾ എന്ത് കൊടുക്കും? പെണ്ണിനിപ്പോ നോക്കണ്ട നോക്കില്ല. അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മോളുണ്ട്, അവർക്ക് നീ ചെക്കനല്ല. പറഞ്ഞതൊക്കെ ഏതായാലും ശരിയാണ്. എല്ലാം ഞങ്ങൾ ചെയ്യാം. പക്ഷെ അമ്മയെ ഞാൻ തൽക്കാലം ഞാൻ പറഞ്ഞോളാം. എനിക്ക് നിങ്ങളെ പേരിലുള്ള ഒരേ സ്ഥലം എന്റെ പേര് എത്തില്ല. പിന്നെ 5 ലക്ഷം ഉറുപ്പ്യ ഒരു ഓടി കാറ്. ഞാനാരാ മോനെ? ഓടി കാറോ? ഓടിക്കാനൊരു കാറ്. ഇന്നെന്താ വീട്ടിലെ തവണയ്ക്ക് വരാഞ്ഞത്? അല്ല, തവണയ്ക്ക് നല്ല ആളുണ്ടോ? ആളുണ്ടോന്ന് ഫുൾ വാരിട്ട താഴെ പോകും. അമ്മാതിരി ആളാ. പെരുത്ത മഴയല്ലേ? ആൾക്കെന്ത് മഴ. നമുക്ക് കിട്ടാനുള്ള കാര്യം വലിയ താഴ്ന്നതിന്റെ മുന്നേ കിട്ടിയാ കിട്ടി. ഇപ്രാവശ്യം എന്തെങ്കിലും കിട്ടുമെന്നാ നമ്മള് വിചാരിക്കുന്നത്. സുധാകര, അപ്പേ ഞാന് പിന്നെ അവിടെ വരണം നിങ്ങളെ വിളിക്കുകയും ചെയ്തു. അപ്പൊ തീരെ റേഞ്ചും കിട്ടുന്നുണ്ട്. അത് പോട്ടെ സുധാകര, ആ തിരക്കിനുള്ളില് അന്റെ വർത്താനൊന്നും അവിടെ കേൾക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അന്നേരെ ഓടത്തൂരിന്ന് കണ്ടപ്പോ പറഞ്ഞതല്ലേ നാളെ എന്തായാലും നമ്മൾ വരുമെന്ന്. എന്നിട്ട് എന്ത് പറ്റി? അത് ഒരു വിശേഷം ഉണ്ടായി. പെണ്ണാണാൻ വന്നിട്ട് മിന്നുനെ മോളെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരി കാണപ്പോ. ആരൊക്കെയാ അത് ഇരിക്കുന്നത്? മാധവന് ഇത് അത് ശരി. അപ്പൊ നിങ്ങള് പെണ്ണിനൊക്കെ കണ്ടോ? ഓര് ഇവിടെ ഇല്ല, ഓര് ടൂർ പോയതാ. അപ്പൊ അമ്മ ഉണ്ടല്ലോ, അമ്മേനെ പോലെ തന്നെയല്ലേ ഓള്. നിങ്ങൾക്ക് അറിയില്ലേ? അത് നേരാ പറഞ്ഞത്. എല്ലാരും പറയും ലക്ഷ്മി അമ്മേനെ മുറിച്ച മുറിയാണ് സുധാകരന്റെ മോള്. ആ കണ്ണും ആ മൂക്കും ആ പുരിയോ ആ നിറോ ഒക്കെ ഓക്ക് വീട്ടിൽ. പക്ഷേങ്കില് കല്യാണത്തിന്റെ അന്ന് കുഞ്ഞാപ്പിള ലക്ഷ്മി അമ്മേനെ മതിന്ന് പറയുമല്ലോ. നമ്മക്ക് ചായ വേണ്ട ലക്ഷ്മി അമ്മ. നമ്മള് ധരണിയൊക്കെ കഴിഞ്ഞ് സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോ വിശ്വമാസില്ലേ, നമ്മുടെ വിശ്വമാസിന്റെ അറിയില്ലേ? ആ വിശ്വമാസും നമ്മളും കൂടി ഒരു ചായപ്പീടിയ ഒരു ചായയും ടേസ്റ്റുള്ള ഒരു പഴംപൊരി കഴിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്കിപ്പോ വേണ്ട. അല്ല
അല്ല അപ്പോ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചോ? കാര്യങ്ങളെ ഒക്കെ ഉറപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പെണ്ണിന് എന്ത് കിട്ടുന്നുള്ള കാര്യം ഞാൻ പറയാം. അതാണ് നാട്ടുകാർക്ക് അതാണല്ലോ, പെണ്ണിന് എന്ത് കിട്ടുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പെണ്ണിനെന്ത് കിട്ടാനാ? ചെക്കനെന്ത് കിട്ടാനാ? പെണ്ണിന് എന്താ കിട്ടാ? അതാചാരം ഞാൻ പറഞ്ഞു. നിക്കട്ടെ ഞാൻ പറഞ്ഞോളാം. നിങ്ങളെ പൊരയും സ്ഥലവും എന്റെ പേര് തരാ, കൂടാതെ 5 ലക്ഷം ഉറുപ്പ്യ, ഒരു ഓടി കാർ. അതില്ല പരിപാടി. കോമളൻ, ഇവിടെ കോമളൻ, മടവൂരിൽ റിയാസ്, ഇരുവമ്പാടിയിൽ ജോസഫ്, കണ്ണങ്കരയിൽ അഭിലാഷ്, നിന്നെയും കൂട്ടാളികളിൽ ഞങ്ങൾ അർച്ചേഷിക്കുന്നു. എത്ര സ്ത്രീകളെ, എത്ര കുടുംബങ്ങളെ നിങ്ങൾ വഴിയാകാനാക്കി. You are the honest. കല്യാണ വീരന്മാർ പല രൂപത്തിൽ പല വേഷത്തിൽ നിങ്ങളുടെ വീടുകളിൽ കയറി വരാം. അവരുടെ ഉദ്ദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചതിക്കുഴികളിൽ വീഴും. ഇവർക്കെതിരെ ഓരോ കുടുംബവും ജാഗ്രത പുലർത്തുക. ഈ സന്ദേശമാണ് ഈ സ്കിറ്റിലൂടെ ഞങ്ങൾക്ക് തരുവാനുള്ളത്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ബഹുമാനായ തമ്പുരാനെ ഇങ്ങോട്ട് കാത്തു. സുധാകര രക്ഷപ്പെട്ട മോനെ. സെക്കൻഡ് സെലിബ്രിറ്റി കോമഡി സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചത് KSSPU മക്കളുടെ യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുനിൽ കുമാർ, മോഹനൻ കെ, സുന്ദരൻ മാസ്റ്റർ, ജ്യോതിഷ് കുമാർ ടി, വാസു മാസ്റ്റർ, വിജയൻ നായർ ശ്രീപദം, ജയരാജൻ ചോറ്റാനിക്കര ആൻഡ് നിർമ്മലകുമാരി ടീച്ചർ. ഈ സ്കിറ്റിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് നിർമ്മല കുമാരി ടീച്ചർ ശ്രീപദം. സ്കിറ്റ് സംവിധാനം മുരളീധരൻ മാധവൻ.